എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു വിളഞ്ഞ നല്ലപോലെ മൂത്ത നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു മുറി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മുറി നാളികേരം നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്തിട്ട് വരണം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ അവിടെ ഇപ്പോൾ വിറകടുപ്പൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എല്ലാവിടെയും. അപ്പോൾ ഞാൻ ഒരു ഗ്യാസ് അടുപ്പിൽ തന്നെ ഇങ്ങനെ ഒരു കത്തിയുടെ മുനയിൽ ഇങ്ങനെ രണ്ട് വശവും ഈ നാളികേരം ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ചൂടുമ്പോൾ തന്നെ നല്ലൊരു തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ കത്തിയോ അല്ലെങ്കിൽ ഇതുപോലൊരു പപ്പട കുത്തിയായിട്ട് ചെയ്താലും മതി അല്ലേ. ഇതിലേതാ നമ്മുടെ അടുത്തുള്ളത് വെച്ചാൽ അതുപോലെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല വിളഞ്ഞ നാളികേരം തന്നെ എടുക്കാൻ ശ്രമിക്കുക. എല്ലാം ഇതുപോലെ ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾക്ക് വറ്റൽ മുളകാണ്. അപ്പോൾ ഞാൻ ഒരു 10 വറ്റൽമുളക് ഇതുപോലെ ഒരു പച്ച ഈർക്കലിയിൽ ഇതുപോലെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. എല്ലാവർക്കും അറിയും, എന്നാലും നമ്മളൊന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അതുകൂടി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് മല്ലി നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പഴയ തവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 1/2 സ്പൂണ് മല്ലി ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുക്കുക. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 5-6 അല്ലി വെള്ളുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളുള്ളി കൂടി നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതുകൂടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ ആ തേങ്ങ മുഴുവൻ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്നുകൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കണ്ടില്ലേ, ഒരു തുടം വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് അല്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പതിയെ ഒന്ന് കറക്കിയെടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മിയൊന്നും എല്ലാവരും അരയ്ക്കുന്നില്ല. അതുകൊണ്ട് മിക്സിയിൽ ഇങ്ങനെ കറക്കി എടുക്കുക. അപ്പോൾ അത് ആയിട്ടില്ല. രണ്ടാമത് കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു തണ്ട് കരിവേപ്പിലിട്ടിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പം നമ്മളെ ചമ്മന്തി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കരിവേപ്പിലോട് കിട്ടുന്നതോടെ നല്ലൊരു മണവും ഗുണമൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഒരൊറ്റ കറക്കൽ. നമ്മൾക്കിതൊന്ന് കോരി മാറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഇങ്ങനെയാകുമ്പോൾ എല്ലാം ഒന്ന് ശരിക്കും എല്ലാം അവിടെ ഒന്ന് എത്തി കിട്ടും. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളി ചമ്മന്തി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.